വെൽക്കം ബാക്ക് ടു OFT. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടി സൈഡ് യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീനും റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ടി സൈഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഇനി മെസ്സേജ് അയച്ചായിരുന്നു, ഇവിടുത്തെ ഏരിയ എങ്ങനെയാണ്, അതുപോലെ തന്നെ ട്യൂഷൻ ഫീയിലെ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു എന്ന സംഭവം. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ വന്ന മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ്. ഞാൻ ടി സൈഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീം ആയിരുന്നു. അതായത് 2 ഇയർ കോഴ്സ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ് സ്കീം. ഇപ്പോൾ മിക്ക യൂണിവേഴ്സിറ്റീസിലും 1 ഇയർ കോഴ്സ് ഒക്കെയാണ് UK ഓഫർ ചെയ്യുന്നത്. 1 ഇയർ അല്ലെങ്കിൽ 1.5 ഒക്കെ പോവും. ഈ ഡിസർട്ടേഷൻ അടക്കം 1.5 ഒക്കെ പോവും. അപ്പൊ അതിനുള്ളിൽ ട്യൂഷൻ ഫീ അടച്ചു തീർക്കണം. പിന്നെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്. ഈ 2 പോയിന്റ്സ് ആണ് എന്നെ ടി സൈഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ഒരു റീസൺ ആയിരുന്നത്. മറ്റൊരു റീസൺ അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയ എന്നുള്ളതാണ്. അതായത് മിഡിൽസ് പ്രോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മോസ്റ്റ് ചീപ്പ് ഏരിയ എന്നൊക്കെ എന്താ പറയാം. അതുപോലെ തന്നെയാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റി ചീപ്പസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് UK അല്ലെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റി ആണ്. ചീപ്പസ്റ്റിനേക്കാളും കുറച്ചൊരു ബെറ്റർ ചെയ്ത് അഫോർഡബിൾ എന്നുള്ളതായിരിക്കും. അപ്പൊ അഫോർഡബിൾ ഏരിയയും അഫോർഡബിൾ യൂണിവേഴ്സിറ്റിയും ആയിരുന്നു ടി സൈഡ് യൂണിവേഴ്സിറ്റി. ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നൊക്കെ തന്നെ പറയാം. പക്ഷെ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. സോ ഞാൻ 2022 ജാൻ ഇൻടേക്ക് ആണ്. എന്റെ കോഴ്സ് കഴിഞ്ഞു. 2 ഇയർ കോഴ്സ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി ഇൻ ടി സൈഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ PSWയിലാണ്. അപ്പൊ എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കഥ പറയാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താന്നുള്ളത് പറയാം. അപ്പോൾ എനിക്ക് 15 lakhs, അതായത് 15,000 പൗണ്ട്സ് ആയിരുന്നു എന്റെ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 7.5 ലക്ഷം ഫസ്റ്റ് ഇയറിലും 7.5 ലക്ഷം സെക്കൻഡ് ഇയറിലും അടച്ചാൽ മതി. അതാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ 2 ഇയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൽ ട്യൂഷൻ അടച്ച് തീർത്താൽ മതി. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ 4 lakhs ആണ് അടയ്ക്കാനുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം എന്റെ സ്റ്റോറി പറയാം, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് വരാം. ഇനീഷ്യൽ 4 lakhs ആണ് അടയ്ക്കാനുണ്ടായിരുന്നത്. അപ്പൊ ആ 4 lakhs അടച്ചു കഴിഞ്ഞ് റിമൈനിങ് ഫസ്റ്റ് ഇയറിൽ വരുന്ന 7.5 ലക്ഷത്തില് ബാക്കി 3.5 ലക്ഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ളതിലും ഇൻസ്റ്റാൾമെന്റ് സ്കീം ആയിരുന്നു മോസ്റ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ 3.5 ലക്ഷം അടയ്ക്കുമ്പോൾ നമുക്ക് 3 ഇൻസ്റ്റാൾമെന്റോ 7 ഇൻസ്റ്റാൾമെന്റോ ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും എനിക്ക് ഇവിടെ ജനുവരിയിൽ വന്നു കഴിഞ്ഞാൽ മാർച്ച് തൊട്ട് അടച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ മാർച്ച് തൊട്ട് 7 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 7 മാസമാണ്. 3 ഇൻസ്റ്റാൾമെന്റ് ആയാലും 7 മാസത്തിന്റെ ടൈം കിട്ടുമായിരുന്നു. ഓക്കെ, 7 മാസത്തിന്റെ ടൈം. അപ്പൊ ഞാൻ ഒരെണ്ണം മാർച്ചിൽ അടയ്ക്കുകയാണെങ്കിൽ പിന്നെ ജൂണിൽ അടയ്ക്കുക, സെപ്റ്റംബറിൽ അടയ്ക്കുക. 3 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇനി 7 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും മാർച്ചിൽ തുടങ്ങിയ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ അടച്ചു തീർക്കാം. അപ്പോൾ 7 മാസം കൊണ്ട് ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ തന്നെ അടച്ചു തീർത്താൽ മതിയായിരുന്നു. റിമൈനിങ് ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ. സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ സെക്കൻഡ് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ മാർച്ചിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ, മാർച്ചിലായിരുന്നു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. റിമൈനിങ് വരുന്ന 7.5 ലക്ഷം എനിക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. അതിലും ഈ 7 ഇൻസ്റ്റാൾമെന്റ് അഥവാ 7 മാസത്തിന്റെ കണക്കുണ്ടായിരുന്നു. 3 ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ 7 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഫുൾ അടച്ചു തീർക്കേണ്ടവർക്ക് ഒറ്റയടിക്ക് ഫുൾ അടച്ചു തീർക്കാം. അപ്പൊ അങ്ങനെ ഫുൾ അടച്ചു തീർക്കാനുള്ളവരൊക്കെ വളരെ റയർ ആയിട്ട് ടി സൈഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാറുള്ളൂ. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നതിൽ പേര് കേട്ട യൂണിവേഴ്സിറ്റി ആണല്ലോ ടി സൈഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അത്ര ഇതായിട്ടുള്ള ഒരു ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാറുള്ളൂ. പിന്നെ ചില കോഴ്സസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ VFX, ആനിമേഷൻ, ഗെയിമിംഗ് അതുപോലത്തെ കോഴ്സസ് ഒക്കെ ടോപ്പാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റിയിലെ. കമ്പാരിസൺ ഇല്ലാത്ത ടൈപ്പ് കോഴ്സസും എന്താണ് ഫാക്കൽറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. സോ അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെ ചൂസ് ചെയ്ത് വരുന്നവരുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. ദാറ്റ്സ് വേർ കേസ്. ഓക്കെ, ഇൻ ബാക്ക് ടു മൈ കേസ്. അപ്പോൾ സെക്കൻഡ് ഇയറിലും ഇതുപോലെ തന്നെ 7.5 ലക്ഷം അടയ്ക്കേണ്ടത് 7 ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർത്താൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ 3 ഇൻസ്റ്റാൾമെന്റ് ആണ് ചൂസ് ചെയ്തത്, 2.5 ലക്ഷം വെച്ച് 3 മാസം കൂടുമ്പോൾ. ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് UK എത്തിക്കാൻ ഇവിടെ പാർട്ട് ടൈം ചെയ്ത് ഈ എമൗണ്ട് ഫുൾ അടയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ എന്റെ മുന്നത്തെ ഇൻടേക്കിൽ വന്നവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കണ്ടിരുന്ന യൂട്യൂബ് വീഡിയോസിലും നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ. അപ്പൊ അവരൊക്കെ അല്ലെങ്കിൽ അതിൽ മോസ്റ്റ് മെജോറിറ്റിയും എന്തായിരുന്നു, ഇങ്ങനെ അടച്ചു തീർത്ത് പറയുന്നത്. അതായത് ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ടൈം ചെയ്ത്, അതായത് വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈമും ചെയ്ത് എമൗണ്ട് ഉണ്ടാക്കി അത് അടച്ചു തീർത്തവരായിരുന്നു. ട്യൂഷൻ ഫീ അടച്ചു. അത് വല്ലാത്തൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ തന്നെ പറയാം. അതായത് നമുക്കിപ്പോ എന്താണ് ബാങ്ക്, എനിക്കൊന്നും ഇതില്ല, ബാങ്ക് ലോൺ ഒന്നുമില്ല. ഞാൻ ഈ എമൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച്, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കാണിക്കുന്ന എമൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് ഇനീഷ്യൽ പേയ്മെന്റ് മാത്രം നടത്തി ബാക്കിയെല്ലാം ദൈവം കാക്കും അല്ലെങ്കിൽ UK എത്തിയിട്ട് നോക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ വന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ മേ ബി ഒരേ ഒരു ഓപ്ഷൻ ഒക്കെ തന്നെയായിരുന്നു ടി സൈഡ് യൂണിവേഴ്സിറ്റി UK. അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്.
സോ ലെറ്റ് മീ കംപ്ലീറ്റ് ദാറ്റ് വൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുൾ ടൈം അപ്പോൾ ഞാൻ എനിക്ക് ഏറെക്കുറെ വന്ന സമയം തൊട്ട് തന്നെ പാർട്ട് ടൈം ഉണ്ടായിരുന്നു. അതും എൻ്റെ ഒരു ലെക്കായിരുന്നു. സമ്മർ ടൈമിൽ എനിക്ക് ഫുൾ ടൈം, അതായത് ആമസോണിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് 40 hours മേലേക്ക് വർക്ക് ചെയ്ത വീക്സ് ഉണ്ട്. അതായത് വീട്ടും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയും വർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വന്നവരൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്ത എമൗണ്ട് കൊണ്ട് നാട്ടിലേക്കും ഞാൻ കാശ് വയ്ക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ എക്സ്പെൻസസ് ഒന്നും എടുക്കും. ട്യൂഷൻ ഫീ തീർക്കാനുള്ള അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ഒരു എമൗണ്ട് മാറ്റി വയ്ക്കും. ഇതിന്റെ ഇടയിൽ കുറെ ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ സ്റ്റോറി. സ്റ്റിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത ക്യാഷ് അല്ലാതെ ഞാൻ 10 വയസ്സ് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് അയപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ട്യൂഷൻ ഫീ അടച്ചു തീർത്തത്. അത് ഇനി ടി സൈഡിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയറസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇൻസ്റ്റാൾമെന്റ് സ്കീം മാറ്റി. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീം മാറ്റാനുള്ള കാരണം നമ്മളെ പോലെയുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ടി സൈഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഇനീഷ്യൽ പേയ്മെന്റ് മാത്രം അടച്ചു വന്ന് കെയർ ഹോം വിസ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറിപ്പോയി. അപ്പൊ ഇവർക്ക് ഒരുപാട് പേരുടെ കാശ് നഷ്ടമായി. അല്ലെങ്കിൽ ഒരുപാട് പേര് വേറെ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ ഈ ജസ്റ്റ് ഈ UK എത്താൻ വേണ്ടി മാത്രം ഈ വിസ എടുത്ത് വരുന്നവരില്ലായിരുന്നെങ്കിൽ അവരുടെ എമൗണ്ട് ചിലപ്പോൾ ടി സൈഡ് യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയേനെ. അത് മനസ്സിലാക്കിയ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ ഉണ്ട്, പക്ഷെ അതിന്റെ ടൈം സ്പാൻ കുറച്ചു. 7 മാസം 3 മാസം എന്നുള്ളതൊക്കെ അവർ വളരെയധികം കുറച്ചു. അത് വലിയൊരു അടി തന്നെയാണ്. അടി, പക്ഷെ ടി സൈഡ് യൂണിവേഴ്സിറ്റിക്ക് അതിലും വലിയ അടി കിട്ടിയതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റിയത്. അപ്പൊ അതില് മെയിൻ റോള് ഇന്ത്യക്കാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ കേരളക്കാർക്ക് തന്നെയാണ്. അതിലൊരു ഡൗട്ടില്ല. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ എത്തി സെക്കൻഡ്, അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് പോലും അടയ്ക്കാതെ വിസയിലേക്ക് മാറിയവരുണ്ട്. അതായത് PR കിട്ടാനും. അപ്പൊ അവർക്ക് അവരുടേതായ പ്ലാൻസ് ഉണ്ട്, അതിനൊന്നും പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഒരുപാട് പേർക്ക് പണി കിട്ടി, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ കോഴ്സ് ചെയ്യാൻ ഇനി വരുന്നവർക്കും പണി കൊടുത്തു എന്ന് തന്നെ പറയണം. അപ്പോ ആ ഒരു ഇതിൽ ടി സൈഡ് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലായി ഈ കളി ഇനി നടക്കൂല മക്കളെ. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ മാറ്റി. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ 15 ലക്ഷം അല്ല ട്യൂഷൻ ഫീ. ഇപ്പോൾ ഈ 2024 18 19 ലക്ഷമൊക്കെയാണ് 2 ഇയർ കോഴ്സിന്റെ ഒക്കെ ട്യൂഷൻ ഫീ വരുന്നത്. അപ്പൊ ഇനീഷ്യൽ 5 lakhs ആണ് അടയ്ക്കേണ്ടി വരുന്നത്. 5 lakhs അടച്ചു കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ളത് ഇപ്പോഴും ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ ടൈം സ്പാൻ ആണ് മാറ്റിയിരിക്കുന്നത്. ഇത്രയും ഇന്റർനെറ്റ് സ്പാൻ ഇത്രയൊക്കെ കുറച്ചു. അപ്പൊ അതാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് സെപ്റ്റംബറിനുള്ളിൽ അടച്ചു തീർത്താൽ മതിയായിരുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ റിമൈനിങ് ട്യൂഷൻ ഫീ. പക്ഷെ ഇപ്പൊ അത് അവരെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഒരെണ്ണം അടയ്ക്കണം, മാർച്ചിൽ ഒരെണ്ണം അടയ്ക്കണം, ഏപ്രിലിൽ ലീവ് ഇട്ടിട്ട് മെയ്യിൽ അടച്ചു തീർക്കണം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും സെയിം തന്നെ. കുറച്ച് സമയം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ ട്യൂഷൻ ഫീ അടച്ചു തീർത്തിട്ട് സെക്കൻഡ് ഇയറിൽ മുഴുവൻ ട്യൂഷൻ ഫീ ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിലും സമ്മറിലൊക്കെ ഫുൾ ടൈം ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയും നമുക്കൊരു എമൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീക്ക് ചിലപ്പോൾ നമുക്ക് വന്ന വഴിക്ക് ഇവിടെ ജോബ് ഒന്നും കിട്ടില്ല. മിഡിൽ സ്പ്രോനെ പറ്റിയിട്ട് അറിയായിരിക്കുമല്ലോ, ടി സൈഡ് യൂണിവേഴ്സിറ്റി നോക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ വന്ന വഴിക്കൊന്നും നമ്മൾ പാർട്ട് ടൈം പ്രതീക്ഷിക്കരുത്. ലക്കിലി എനിക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പാർട്ട് ടൈം ഒക്കെ കിട്ടി. അപ്പോൾ അതല്ല എല്ലാവരുടെയും കേസ്. ഒരുപാട് പേര് ഇപ്പോഴും പാർട്ട് ടൈം കിട്ടാത്തവരൊക്കെ ഈ ജാനൻടെക്കിൽ വന്നവരൊക്കെ ഉണ്ട്. ലീഡ്സിലൊക്കെ പോയി പണിയെടുക്കുന്നവരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതും കിട്ടാതെ സൗത്തിലേക്ക്, അതായത് ലണ്ടൻ ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, കെയർ ഹോമും ഏജൻസീസും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീ എങ്കിലും ഇനി എന്ത് ചെയ്യേണ്ടി വരും, ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ കണക്കാക്കി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ലോൺ സംഭവങ്ങളിലേക്ക് നമ്മളൊന്നും മൂവ് ചെയ്യേണ്ടി വരും. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു അഫോർഡബിലിറ്റിയിൽ ഈ ഒരു പോയിന്റ്, അതായത് ഇൻസ്റ്റാൾമെന്റ് സ്കീമിലെ സ്പാൻ, അത് ഇപ്പോൾ ഇല്ല. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടി സൈഡിലേക്ക് ഇതുപോലെ നിങ്ങളെ പോലെ അപ്ലൈ ചെയ്യാനിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം സെപ്റ്റംബർ ഇൻടേക്കിൽ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പൊ തന്നെ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇൻടേക്കിലും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഈ മെയിൻ ഇൻടേക്കിൽ. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്നവരൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് അതിൽ വന്ന മാറ്റം. സെക്കൻഡ് ഇയറിലും ഇതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തുടങ്ങുന്നു, മാർച്ചിൽ അടയ്ക്കുന്നു, ഏപ്രിലിൽ ഗ്യാപ്പ്, മെയ്യിൽ അടച്ചു തീർക്കുന്നു. പിന്നെ ചെറിയ രീതിയിൽ എക്സ്റ്റൻഷനും പരിപാടിയൊക്കെ കൊടുക്കും. ചിലപ്പോൾ 1 month ഒക്കെ എക്സ്റ്റൻഷൻ, ആദ്യത്തെ 2 ഒക്കെ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ അടയ്ക്കാൻ ചെറിയ എക്സ്റ്റൻഷൻ ഇതൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ അംഗീകരിച്ചു കൊടുക്കും. നമ്മുടെ എമൗണ്ടിൽ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ട്യൂഷൻ ഫീ അടയ്ക്കാൻ പറ്റുമോ എന്ന ക്വസ്റ്റിന് പറ്റില്ല, അല്ലെങ്കിൽ റയറസ്റ്റ് ചാൻസ് ആണ് എന്നുള്ളത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ലക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് വരില്ല. എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു പരിധി ഉണ്ടല്ലോ. സോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഈ വീഡിയോ. ഇത്രയും കാലം തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദിയുണ്ട്. അതുപോലെ തന്നെ
ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ടൈം കിട്ടുമ്പോൾ എന്നെ കോൾ ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടിട്ടൊക്കെ വർക്കിനും ഇതിനൊക്കെ പോകും. ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കോൾ ചെയ്യരുത്. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയം. അപ്പോഴൊന്നും വിളിക്കാനൊന്നും നിൽക്കരുത്. മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. സബ്സ്ക്രൈബ് ആൻഡ് support.